കോട്ടപ്പാറ പ്ലാന്റേഷനിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷണത്തിലായിരുന്ന മോഴയാന ചെരിഞ്ഞു. പ്ലാന്റേഷന്റെ ഉള്ളിലാണ് ജഡം കണ്ടെത്തിയത്. മോശം ആരോഗ്യാവസ്ഥയിലായിരുന്ന ആനയ്ക്ക് ബുധനാഴ്ചയാണ് മയക്കുവെടിവെച്ച ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ചത്. കോട്ടപ്പാറ പ്ലാന്റേഷനിൽ നിന്നും പുറത്തിറങ്ങി ജനവാസ മേഖലകളിൽ രാപ്പകൽ ഭീതി വിതച്ചിരുന്ന മോഴയാനയാണ് ചെരിഞ്ഞത്. ആന ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് തടയുന്നതിന്റെ ഭാഗമായി ആനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. മയക്കുവെടിവെച്ച ശേഷം ബുധനാഴ്ചയാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചത്. ഇതിൽ നിന്നുള്ള സിഗ്നൽ ഒരേ സ്ഥലത്തു നിന്ന് തന്നെ ലഭിച്ചതോടെ ആനയ്ക്ക് ചലനമില്ലെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് വനപാലകർ നടത്തിയ തെരച്ചിലിൽ ജഡം കണ്ടെത്തുകയുമായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തി ജഡം മറവ് ചെയ്യാൻ വനംവകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. വായിലുണ്ടായ പരിക്കുമൂലം ആവശ്യാനുസരണം തീറ്റയെടുക്കാൻ കഴിയാത്തതായിരുന്നു പ്രശ്നം. ഇതിനൊപ്പം 3 തവണ മയക്കുവെടിവെച്ചതുമൂലമുണ്ടായ ആഘാതമാണ് ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് നിഗമനം. ആന മയക്കത്തിലായപ്പോൾ പരിക്ക് ഭേദമാകുന്നതിനുള്ള മരുന്നും നൽകിയിരുന്നു. ആനയുടെ വായിലെ മുറിവ് ഉണങ്ങിവരുന്നതായും പൂർണ്ണമായി ഭേദമാകാൻ 1 മാസമെങ്കിലും വേണ്ടിവരുമെന്നായിരുന്നു ആനയെ പരിശോധിച്ച ഡോക്ടറുടെ അഭിപ്രായം. എന്നാൽ 48 മണിക്കൂർ ആകും മുമ്പേ ആനയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയാണുണ്ടായത്. തുടർച്ചയായി ജനവാസ മേഖലകളിൽ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നും നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഓരോ ദിവസം കഴിയുന്തോറും ആന കൂടുതൽ മെലിയുന്നതായാണ് നാട്ടുകാർ നിരീക്ഷിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു പ്രശ്നം പൂർണ്ണമായി അവഗണിക്കുകയാണുണ്ടായത്. സ്ഫോടക വസ്തു കടിച്ചതുമൂലമാണ് ആനയ്ക്ക് പരിക്കുണ്ടായതെന്ന് സംശയിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങാനിരിക്കെയാണ് ആന ചെരിഞ്ഞുവെന്ന വിവരം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. GTV ന്യൂസ്, കോതമംഗലം.